ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേക്കൂത്തുകൾ ഇതായിരുന്നു. മദ്യപാനം ഒരു സമൂഹത്തെ എങ്ങനെയാണ് തലയ്ക്ക് പിടിച്ചത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവാലയത്തിന്റെ മത്താഫിലിടുന്ന ഖുർആൻ ഓതിയിട്ട് മക്കക്കാരെ, ചെറുപ്പക്കാരെ നന്നാവണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ എതിരി നിന്നിട്ട് കൈവാലയത്തിന്റെ ഭിത്തിയിലേക്ക് കാല് ചാരി വെച്ച്, മുഹമ്മദേ, നീ ആരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത്? ആരോടാണ് നീ വഅദ് പറയുന്നത്? ഞങ്ങൾ ആരെന്നറിയോ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ നേരെ കൈയെത്തിയിട്ടവര് പറഞ്ഞതാണ്, അഹ്യാനൻ നജുറു ഇലാ അഖീന ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. ഇതുപോലെ പറഞ്ഞൊരു ചെറുപ്പക്കാര് ലോകത്തുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാവണേ, പള്ളിയിലൊക്കെ വരണേ എന്ന് വഅദ് പറഞ്ഞപ്പോ ആ മക്കയിലെ ചെറുപ്പക്കാർ അവര് പ്രവാചകന്റെ നേരെ പറഞ്ഞ വാക്കാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആരെയാണ് വഅദ് പറഞ്ഞിട്ട് നന്നാക്കാൻ പോണത്? ഞങ്ങൾ ആരാന്നറിയാവോ? അഹ്യാനൻ നജുറു ഇലാ അഖീന ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ ഈ കിട്ടാതെ നിരാശയായിട്ടിരിക്കുമ്പോ ഞങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങളുടെ സഹോദരിമാരെ നടന്നു പോകുമ്പോ അന്ന് വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം സഹോദരിയെ കിടപ്പറയിൽ കൊണ്ടുപോയി വ്യഭിചരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, എന്റെ പെങ്ങളെ ഞാൻ ഇന്നലെ എന്റെ കിടപ്പറയിലെ കിടത്തിയെന്ന് കൈവാലയത്തിന് മുമ്പിൽ വെച്ച് പരസ്യമായി പറയാൻ ഉളുപ്പില്ലായിരുന്ന ഒരു ജനതയായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ജനത. ലഹരി അവരുടെ തലക്ക് പിടിച്ചപ്പോ ഈ ഒരു ചരിത്രം എന്താ നമ്മൾ പറയുന്നത്? ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ മുമ്പിലൂടെ പോകുന്നത് പെങ്ങളാണോ എന്നൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. ഇത് ആദ്യമായിട്ട് ഇത് പറഞ്ഞത് മക്കക്കാരാണ്. 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലഘട്ടക്കാർ, ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞ, ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഞാൻ എങ്ങോട്ടാ വരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ആദ്യമായി റസൂലുള്ളാഹി ഇവിടെ പള്ളിയിൽ വഅദ് നടക്കുന്നുണ്ട്. ഉറൂസിന് 10 ദിവസം, അപ്പുറത്തെ ഉറൂസിന് 20 ദിവസം. ഒരു മാർച്ച് ഏപ്രിലായ പിന്നെ കാസർഗോഡ് ജില്ല നടക്കണ വഅദ് പോലൊരു വഅദ് മദീനയെ പോലും നടക്കണില്ല. കാരണം എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന സമയത്താണ്. ഒരു മാർച്ച് ഏപ്രിൽ മെയ് അല്ലെ, കാസർഗോഡ് ജില്ലയിലെ പരിപാവനമായ എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന ഒരു സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. അന്ന് നടക്കുന്നത് പോലെ ഒരു വഅദിന്റെ ഒരു തുടർച്ച ഒരിടത്തുണ്ടാവാറില്ല. അപ്പൊ കാസർഗോഡ് വഅദിന് കുഴപ്പമൊന്നുമില്ല, ഉപദേശങ്ങൾ കുഴപ്പമില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച ഖത്തീബുമാർ അവരുടെ ഉത്ബോധന പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ആരാ ഇപ്പൊ ഞങ്ങൾ വഅദ് കേട്ടിട്ട് നിങ്ങളെ നന്നാക്കാൻ വരണത്? ആരാ? ഇതാ അഹ്യാനൻ നജുറു ഇലാ അഖീന ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാന. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ കൊതിയായിട്ടിരിക്കുമ്പോ നടക്കാതെ വന്ന് പിന്നെ മദ്യം തലക്ക് പിടിക്കുമ്പോ ആ സമയത്താണ് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സഹോദരിയെ, ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങളുടെ കിടപ്പറയിൽ കിടത്തിയവരാണ് എന്ന് കിടത്തുക മാത്രമല്ല പരസ്യമായിട്ട് പ്രഘോഷണം ചെയ്ത ഒരു നൂറ്റാണ്ടിലെ കാട്ടാളന്മാരായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ആ പറഞ്ഞ ഒരു പദത്തിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ അത് പെങ്ങളാണോ, അമ്മയാണോ, ഉമ്മയാണോ, മക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അവിടെ തന്നെയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിൽ മുഴുവനും ഓരോ ദിവസവും പത്രം തുറക്കുമ്പോ കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ നടുങ്ങിത്തെറിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട 8 വയസ്സുകാരി പെണ്ണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ആത്മഹത്യ ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ആ കുട്ടിയെ പീഡിപ്പിച്ചത് മുത്തച്ഛനാണ്. മുത്തച്ഛനാരാ? മുത്തച്ഛൻ ചില്ലറക്കാരനല്ല, മൂപ്പര വലിയ ആവറുകളാണ്. അദ്ദേഹം സ്വന്തം മകളെയും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ മകളുടെ 2 പെൺമക്കളെയും ക്രൂരമായി തന്റെ വീടിന്റെ ഉള്ളിൽ പീഡിപ്പിച്ചിരുന്ന ജരാനരകൾ ബാധിച്ച മുത്തച്ഛനെ അറസ്റ്റ് ചെയ്തു കേരള ലോകത്ത്. അത് കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുമ്പോ
6 മാസത്തിനിടയിൽ നൊന്ത് പ്രസവിച്ച 2 മക്കള് കയറിൽ കടന്ന് തൂങ്ങിയാടുന്നത് കണ്ട് ആ കുട്ടികളുടെ കാലിൽ പിടിച്ചു പൊട്ടിക്കരയുന്ന വാളയാറിലെ വീട്ടമ്മയുടെ ചരിത്രം പിന്നീട് നമ്മൾ കേട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് കേരളം ഞെട്ടിത്തെറിച്ചു നിന്ന 2 വാർത്തകൾ കേട്ടത്. ഒന്ന്, എറണാകുളം ജില്ലയിൽ 12 വയസ്സുകാരൻ അച്ഛനായി അത്രേ. അമ്മയുടെ വയസ്സോ 14 വയസ്സ്. എല്ലാവരും പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അച്ഛൻ 12 വയസ്സുകാരനാൽ 14 വയസ്സുകാരും ഗർഭിണിയാവുകയും ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്ത വാർത്ത കേട്ട് കേരളം മുഴുവനും പിതാവിന്റെ വയസ്സ് എത്രയാ? 12. പിതാവിന്റെ വയസ്സ് 12. മുത്തപ്പരി തോതാറായിട്ടില്ല, പാലവര തുടങ്ങാറായിട്ടില്ല. അതിനിപ്പുറം അവൻ ഫീലും ഫായിലും അഫൂലും ഒക്കെ കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ പാലവര പറഞ്ഞു കൊടുക്കാറായിട്ടില്ല. ആ സമയത്ത് മനസ്സിലാക്കണവർക്ക് മനസ്സിലായാൽ മതി. ആ രീതിയിൽ 12ാമത്തെ വയസ്സിൽ ഒരു കൊച്ചുകുട്ടി തന്റെ വീടിന്റെ ഉള്ളിൽ 14 വയസ്സുകാരിയുമായി ബന്ധത്തിലേർപ്പെട്ട് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുണ്ടായി എന്ന വാർത്ത കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ കഴിഞ്ഞ ദിവസം നാം പത്രത്തിലൂടെ വന്നത്, ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ മാത്രമാണ് നാട്ടിലുള്ളത്. ആ ഭാര്യ ഗർഭിണിയായി. പരപുരുഷന്റെ സ്പർശനം ഇതേവരെ ഏറ്റിട്ടില്ലാത്തൊരു പാവപ്പെട്ട പെണ്ണ് അവള് ഗർഭിണിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോ ആ പെണ്ണിനെ നാട്ടുകാര് വിരലുകൂടി. ആ പെണ്ണ് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അവസാനം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പിന്നാമ്പുറങ്ങളിലോട്ട് കടന്നുപോയപ്പോഴാണ് കേൾക്കുന്നത്, ആ പെണ്ണിനെ മയക്കുമരുന്ന് നൽകി ഒരു പാവപ്പെട്ട അമ്മയെ, ലഹരിക്കടിമയായ കഞ്ചാവിനടിമയായ 14 വയസ്സുകാരൻ രാത്രിയിൽ തന്നെ മാതാവ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ മാതാവിന്റെ ഭക്ഷണത്തിൽ ലഹരി മരുന്ന് കരുതി കൊടുത്ത് അവരെ മയക്കി കിടത്തിയിട്ട് മാനഭംഗം ചെയ്ത് സ്വന്തം മകനാൽ 14 വയസ്സുള്ള മകനാൽ ഗർഭിണിയാക്കപ്പെടേണ്ട ഒരു മാതാവിന്റെ കഥ നമ്മൾ ഈ പരിസര പ്രദേശത്ത് നിന്ന് കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ചല്ല. 10 വയസ്സ് മുതൽ 12, 13, 14 വയസ്സുള്ള നമ്മുടെ കുട്ടികളെ ലഹരി മുഴുവനും പിടിച്ചു വലയിലാക്കി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീതിതമായ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഹരി മരുന്ന്, ആ വാർത്ത നമ്മൾ കേട്ടു. നിങ്ങളൊക്കെ വാർത്ത വായിച്ചില്ലേ? വായിച്ചോ ഇല്ല? പടച്ചോനെ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതെന്ത് കൗമാണ് പടച്ചോൻ വരാനെ. നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞോ ഇല്ലയോ ഒന്ന് പറയ. എന്നിട്ടാണ് എന്റെ ബാക്കി ഒരു ചോദ്യം. അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇത് എന്റെ വീട്ടിലോ എന്റെ പരിസരത്തോ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുത്തത്? ഇവിടെയാണ് എന്റെ വിഷയം. ഞാൻ പത്രവാർത്ത പ്രസംഗിക്കാൻ വന്നതല്ല. ഇങ്ങനെ കുറെ നാളുകളായി മുത്തച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന കൊച്ചുമകൾ, വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വേശ്യാലയത്തിലല്ല, ബസ് സ്റ്റാൻഡുകളിലല്ല, അവരവരുടെ വീടുകളുടെ ഉള്ളിലാണ് പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്തത് എന്ന് വരുമ്പോ ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ വാർത്ത വായിച്ചിട്ട് കീറിക്കളഞ്ഞു എന്നതിനപ്പുറം നാം എന്ത് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഭരണകൂടം എന്ന് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ പോലീസ് എന്ത് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് എന്ത് മുൻകരുതലാണ് ചെയ്യുന്നത്? ലഹരി മുഴുവനും നമ്മുടെ വീടുകളുടെ മുമ്പിൽ വന്ന് പിടിമുറുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിന്റെ നടുവിൽ മക്കളെ നാളെ ഒരു പ്രതീക്ഷയായി വളർത്തിക്കരുന്ന മാതാപിതാക്കളോട് നാം എന്ത് മുൻകരുതലാണ്? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ ലഹരി മാഫിയ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, ആ പാവ അമ്മ അറിഞ്ഞില്ലല്ലോ തന്റെ മകൻ കഞ്ചാവിനടിമയാണെന്ന്. നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിന്റെ മുമ്പിൽ ലഹരി മാഫിയ, അത് പറ്റാന്ന് പറഞ്ഞാൽ പറയുന്നവർക്കെതിരെ പിന്നീട് പ്രകോപനം ഉണ്ടാക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഗവൺമെന്റിന് ബാധ്യതയില്ലേ? പഞ്ചായത്തിന് ബാധ്യതയില്ലേ? മഹല്ല് കമ്മിറ്റിക്ക് ബാധ്യതയില്ലേ? ഇമാമിങ്ങൾക്ക് ബാധ്യതയില്ലേ? രക്ഷകർത്താക്കൾക്ക് ബാധ്യതയില്ലേ? പ്രബോധകന്മാർക്ക് ബാധ്യതയില്ലേ? ഈ ലഹരി മാഫിയുടെ കൈകളിൽ എങ്ങാനും നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയാൽ, ഉസ്താദേ എന്റെ മകൻ പെട്ടിട്ടില്ല എന്ന് നമ്മൾ ആശ്വസിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അതുകൊണ്ട് നാം ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നു. മദ്യത്തെ ആർക്കും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും കഞ്ചാവ് ലഹരിയും മതി. എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്?
അതേതെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഇമ്മ LDF ഇമ്മ UDF ഏതു ആവട്ടെ, രണ്ടാലൊരു ഏത് ഗവൺമെന്റുകളാകട്ടെ, ഗവൺമെന്റുകൾ ഇത് നടപടിയായി എടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും കൊല ചെയ്യപ്പെടുകയോ ജയിലടക്കപ്പെടുകയോ അവർ സ്വയം കീഴടങ്ങി ഈ നിയമത്തിന് മുമ്പിൽ വരുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പ്രസംഗിച്ച ആളാണ് ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റായിരുന്ന റോഡ്രിക്സ്. എടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ലഹരി മാഫിയ അമർച്ച ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങളുടെ കയ്യിൽ തോക്ക് കൊടുത്ത് ലഹരി മാഫിയെ വെടിവെച്ച് വീഴ്ത്തി. അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും ഇവിടെ വീഴുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം പറയുമ്പോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. ആ കോൺഗ്രസ് മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ആദ്യം പറഞ്ഞത് പഞ്ചാബിനെ ഞങ്ങൾ ലഹരി മുക്തമാക്കുമായിരുന്നു എന്നായിരുന്നു പ്രകടന പത്രികയുടെ വാഗ്ദാനം. ഇന്ത്യ രാജ്യത്തിന്റെ ധാന്യപുര എന്ന പേരറിയപ്പെട്ട പഞ്ചാബ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലഹരിയുടെ ധാന്യപുരയായി മാറി. നമ്മുടെ കേരളമോ മലബാർ അടക്കമുള്ള പ്രദേശങ്ങൾ ലഹരി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവര് നോട്ടമിടുന്നത് നമ്മുടെ 12, 13, 14 വയസ്സുള്ള നമ്മുടെ പൊന്നോമനകളെ ആകുമ്പോ, രാവിലെ മക്കളെ പറഞ്ഞു വിട്ടാൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ എവിടേക്കാണ് മക്കൾ പോകുന്നത്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ലഹരി മാഫിയകൾ കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാളെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു അത്താണിയായി എന്റെ ആരോഗ്യം നെട്ടപ്പെട്ടിട്ട് ഞാൻ കിടപ്പറയിൽ കിടക്കുമ്പോ, കട്ടിലിൽ കിടക്കുമ്പോ എനിക്കൊരു ഊന്നുപടിയായിട്ടാണ് മക്കളെ ഞാൻ വളർത്തുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, 10-ാം വയസ്സ് മുതൽ 11, 12, 13 വയസ്സുള്ള കൊച്ചുകുട്ടികളെ ലഹരിക്കവര് അടിമകളാക്കപ്പെടുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു തരുന്നത്, അവസാനം നമ്മൾ കൈകുടിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ. ആ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണേ. ഒരു ഇസ്ലാമിക സാഹചര്യത്തിൽ ആ മക്കളെ വളർത്താനുള്ള ബാധ്യത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ഇത് ഒരിക്കൽ കൂടി പറയാൻ കാരണം നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടവരല്ലേ. ആ മക്കളെ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്ക്, അവർക്ക് തർബീയത്ത് പഠിപ്പിച്ചു കൊടുത്ത് ആ മക്കളെ നല്ല വഴിയിലൂടെ നടത്തേണ്ട ബാധ്യത നമുക്ക്. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ, ഒരു കാലത്ത് ആവേശത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമായിരുന്ന ഊടും ഉഷിരുമുള്ള കാസർഗോഡ് ചെറുപ്പക്കാര് ഇന്ന് ചെറുപ്പക്കാര് മുഴുവനും ലഹരിയുടെ അടിമകളായി ഒരുമാതിരി മന്ദതയിലോട്ട് നടന്നു പോകുമ്പോ, ഈമാനിന്റെ ആവേശമുണ്ടായിരുന്ന ഊരും ചൂരുമുണ്ടായിരുന്ന കാസർഗോഡ് ചെറുപ്പക്കാര് ഇന്ന് ആ ചെറുപ്പക്കാര് മുഴുവനും ലഹരി മാഫിയുടെ അടിമകളായി മാറുമ്പോ, മാറേണ്ട സഹോദരങ്ങള്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ 12 വയസ്സുകാരൻ അച്ഛനാകുന്നു, കുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുന്ന പിതാക്കന്മാർ എല്ലാം ഒരു ഇറച്ചി കച്ചവടം പോലെ അധപ്പതിച്ചു പോകുമ്പോ, നമ്മുടെ മക്കൾ മുഴുവനും നമുക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ വഴിപടച്ചു പോകുമ്പോ, ഞാൻ ഈ അടുത്ത സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകുമ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കട്ടെ. അവിടെ ആ പരിസരത്ത് ഞാൻ അവിടെ വീട്ടിലൊരു ഭക്ഷണത്തിന് പോയി. ആ ഭക്ഷണത്തിന് പോകുമ്പോ ഒരു 35-40 വയസ്സുള്ള ഒരു ഉമ്മയുണ്ട് അവിടെ. അവരവിടെ ഭക്ഷണം എനിക്ക് നിർബന്ധമായിട്ട് ഭക്ഷണം അവിടെ വേണമെന്ന് ക്ഷണിച്ചിട്ട് അവിടെ പോകുമ്പോ, ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോകവേ അവരുടെ മകൻ വന്നു. അവര് പറഞ്ഞു ഉപ്പ മരിച്ചുപോയി. പക്ഷേ +1 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, കണ്ടാല് ആപ്പിള് പോലെ തുടുത്തിരിക്കുന്ന എത്രയോ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാ. അവന്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഉപ്പ മരിച്ചുപോയി. സുന്ദരിയായ ഉമ്മ ഒരു പുനർവിവാഹം പോലും ആലോചിക്കാതെ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മയെ കഷ്ടപ്പെടുത്തരുത്, ഉമ്മയെ ദുഃഖിപ്പിക്കരുത്.
എന്നാ കുഞ്ഞിന്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാൻ ഒരു ഉപദേശം കൊടുക്കുമ്പോ വാതിലിന്റെ പുറകിൽ നിന്ന് ഒരു വല്ലാത്ത പൊട്ടിക്കരച്ചില് കേട്ടു. ഉമ്മ ഇരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഞാനോത്തു ഭർത്താവിനെ കുറിച്ച് എന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉണ്ടായ ഒരു ദുഃഖമായിരിക്കാം. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഖത്തീബിനോട് പറഞ്ഞു, ഉസ്താദിനോട് എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം. ഞാനും ആ ഖത്തീബും കൂടി വെളിയിലോട്ട് വരുമ്പോ അവര് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഉസ്താദേ, ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്? ചെറുപ്പത്തിലെ വൈദ്യം വന്നാലും അള്ളാഹു നല്ലൊരു പൊന്നുമോനെ തന്നിട്ടുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, ഉസ്താദേ, എന്റെ ഏറ്റവും വലിയ ദുഃഖം ഇന്ന് എന്റെ ആ മകനാ. എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ അറിയാതെ തലകുനിച്ചു പോയി. എങ്ങനെയാ ഉസ്താദിനോട് പറയാ? ഉസ്താദേ, രാത്രിയിൽ എന്റെ ബെഡ്റൂമിന്റെ കുറ്റിയിടാതെ കിടക്കാൻ എനിക്ക് പേടിയാ. ആരെ പേടിച്ചിട്ടാ? അപ്പുറത്തെ കള്ള് കച്ചവട കാരണയല്ല, ചന്തയിലെ നൊട്ടോറിയസ് ക്രിമിനലിനെയല്ല, അപ്പുറത്ത് കിടന്നുറങ്ങുന്ന എന്റെ +1 പഠിക്കുന്ന മകനെ പേടിച്ചിട്ട് കുറ്റിയിടാതെ കിടക്കാൻ എനിക്ക് പേടിയാ. ഏത് സമയത്തും അവൻ എന്റെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കുകയാ. ഏത് സമയത്തും ഞാൻ മീൻ വെട്ടാനിരിക്കുമ്പോ, അടുക്കളയിലിരിക്കുമ്പോ, അടുക്കള പണി ചെയ്യുമ്പോ എന്റെ വസ്ത്രാന്തരങ്ങൾ മാറിപ്പോകുമ്പോ എന്റെ ശരീരത്തിലേക്കൊരു വല്ലാത്ത നോട്ടം നോക്കുന്ന മകനെ എനിക്ക് പേടിയാന്നാ കേരളത്തിന്റെ ഉമ്മ പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ഞാനിതൊക്കെ പറയുന്നത് കേരളത്തിന്റെ ഇടുക്കി ജില്ലയിലെ തേക്കടി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തില് 9 വയസ്സുകാരി പെണ്ണിനെ മാനഭംഗന്തയില് ആരോ അവളെ കരുത്ത് ഞെരിച്ചു കൊന്നിട്ട് അവളുടെ തല ഒരു വൃക്ഷത്തിന്റെ പൊത്തിലേക്ക് കുത്തിക്കയറ്റിയത്രേ. അവസാനം പ്രതി അറസ്റ്റ് ചെയ്തു. ആരെന്നറിയോ? ആ 9 വയസ്സുകാരി പൊന്നുമോളുടെ കൂടെ സ്കൂളിൽ പോകുന്ന, ഒരേ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന തൊട്ടടുത്തുള്ള 14 വയസ്സുകാരനാണ് പ്രതി. പ്രതിയെ കൊണ്ടുവന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, നിനക്ക് 9 വയസ്സുള്ള അടുത്തിരിക്കുന്ന പൊന്നുമോളോട് ഈ ചിന്ത തോന്നാൻ കാരണമെന്തെന്ന് ചോദിക്കവേ ആ കുട്ടി പറഞ്ഞ മറുപടി ഓരോ മാതാപിതാക്കളോട് ഞാൻ പങ്കിടുകയാണ്. ആ കുട്ടി പറഞ്ഞു, എനിക്കെന്റെ സഹപാഠിയോട് ഇത് തോന്നാൻ കാരണം വാപ്പ മദ്യപാനിയാണ്. വൈകുന്നേരം മദ്യപിച്ചിലേക്ക് കെട്ട് വാപ്പ ഒരു സീഡിയുമായിട്ട് വരും. രാത്രിയിൽ വാപ്പയും ഉമ്മയും അത് ഒന്നിച്ചിരുന്നിട്ട് ബ്ലൂ ഫിലിമിന്റെ സീഡി കാണാറുണ്ട്. അടുത്ത് കിടന്നിട്ട് ഉറക്കം നടിച്ചിട്ട് പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളില്ലാത്ത സമയത്ത് ആ സീഡി ഞാൻ പലപ്പോഴും പ്ലേ ചെയ്ത് കണ്ട് അതിൽ നിന്നാണ് എന്റെ വികാരങ്ങൾ വഴിതെറ്റി പോയതെന്ന് കേരളത്തിന്റെ 14 വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറയുമ്പോ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? ഈ 14 വയസ്സുകാരൻ വഴിപടച്ചു പോയപ്പോ അവനെയാണോ കല്ലെറിയേണ്ടത്? അതല്ല, അവന്റെ മനസ്സിലെ അനാശാസ്യത്തിന്റെ വിത്തുകൾ പൂകിയ മാതാപിതാക്കളെയാണോ കല്ലെറിയേണ്ടത്? ആരാണ് ഈ കുട്ടിയെ വഴിപടപ്പിച്ചത്? അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ നരകത്തിന്റെ മുമ്പ് ചില മക്കൾ അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ, ചില മക്കളെ അല്ലാഹു നരകത്തിന്റെ അഗാധമായ തീനാളങ്ങളിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ ആ മക്കൾ പറയും, അല്ലാഹുവേ റബ്ബനാ آتهم ضعفين من العذاب والعنهم لعنا كبيرا. പടച്ചവനെ, ഞങ്ങളെ വഴിപടപ്പിച്ചത് ഈ മാതാപിതാക്കളാണ്. ഞങ്ങളെ വഴിതെറ്റിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതീം ളഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ 2 ഇരട്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ. വല്ലനുഹും അലനന കബീറാ. അല്ലാഹു ആ സമൂഹത്തെ ശപിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് പിശാചുക്കൾ പാർക്കുന്ന ഒരു നഗരത്തിലാണ്. ആ പൈശാചികതയുടെ വക്കിലേക്ക് വീടാതിരിക്കാ നമ്മുടെ മക്കളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നേർവഴിയിലാക്കട്ടെ. ആമീൻ പറയും. ആമീൻ പറയാത്തോണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും മക്കൾ നല്ല നേർവഴിയിലാണെന്നാണ്. ആണോ? ആണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹുവിനെ നിലനിർത്തി തരട്ടെ. അല്ലെങ്കിൽ പിന്നെ ആമീൻ പറയാത്തതിന് ഇപ്പൊ എന്ത് പറഞ്ഞാലും അവൻ നന്നാവണ കോളൊന്നും ഇല്ല എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് ആ രീതിയിൽ വഴിവെറ്റിപ്പോ 2 സാധ്യതയാണ്. ഒന്നുകിൽ അവര് നല്ല മക്കളാണ്, അല്ലെങ്കിൽ ഇനി എന്തായാലും ഇനി അവൻ തിരിച്ചു വരൂല എന്ന നിരാശയാണ്. രണ്ടാലൊന്നുണ്ടാവാം. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ.
അതിനെന്താ ചെയ്യുക? കുറെ നമ്മൾ വായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള തലമുറയെങ്കിലും നന്നാവണം. മൈക്ക് നന്നാക്കി ആദ്യം വെച്ചവര് വെക്ക്. റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. പരമാവധി ആളുകൾ അകത്തോട്ട് നിൽക്കുക. റോഡിൽ നിൽക്കരുത്. ഒന്നാമത് റോഡ് നല്ല സ്പീഡുള്ള റോഡ്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന റോഡാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ ഒരു വലിയ ജനക്കൂട്ടം ഒരു അപകടത്തിന്റെ സാധ്യതയിലേക്ക് പോകരുത്. പരമാവധി ആളുകൾ അകത്തോട്ട് നിൽക്കുക. റോഡിന്റെ സൈഡിൽ ആരും നിൽക്കരുത്, നിൽക്കാൻ പാടില്ല. ഗതാഗതത്തിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇല്ലാതെ ആ പള്ളിയിലൊക്കെ സ്ഥലമുണ്ട്, ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ട്, വന്ന് നിന്നോളി. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? 1-2 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയുള്ള മക്കളുടെ കാര്യത്തിൽ 11 വയസ്സാകുമ്പോൾ മക്കൾ വഴിതെറ്റാൻ തുടങ്ങും. നമ്മുടെ കുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന കണ്ട അപ്പോഴേ തീരുമാനിച്ചോണം ഇവൻ ആരുടെ വലയത്തിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടി കഞ്ചാവ് വലിക്കുന്നത് കാണണ്ട, കള്ളു കുടിക്കുന്നത് കാണണ്ട. അവൻ സിഗരറ്റ് വലിക്കുന്നത് ഉപ്പയോ ഉമ്മയോ കണ്ടാൽ അപ്പൊ നിങ്ങൾ എന്നാ മനസ്സിലാക്കേണ്ടത്? ഇവൻ വേറെ ഏതോ ഒരു കൂട്ടുകെട്ടിലോ ഒരു സ്വാധീനത്തിനോ ഇവൻ വഴങ്ങിയിട്ടുണ്ട്. അതൊരു അടയാളമാണ്. അപ്പോഴേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തണം. നമ്മെ സംബന്ധിച്ചോളം കാസർഗോഡ് പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിന്റെ എല്ലായിടത്തും. എല്ലാവരും പറയും കാസർഗോഡ് ലഹരി മാഫിയ. അല്ല, എല്ലായിടത്തും ഉണ്ട്, ഒരിടത്തൊന്നുമല്ല. ഇതിനേക്കാൾ കൂടുതലുണ്ട് അടുത്ത ജില്ലകളിൽ. പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. സ്കൂളിന്റെ മുമ്പിലുള്ള പെട്ടിക്കടകളിൽ പോലും ഒരു സൈസ് കോളയുണ്ട്, അത്ര പെപ്സി. ആ പെപ്സി ഒറിജിനൽ പെപ്സി അല്ല, അതിന്റെ ഉള്ളിൽ ഒരു ഗുളിക കലർത്തും. അത് കുടിക്കാൻ കുട്ടികളുടെ തിരക്കാണ്. ഒരു പ്രാവശ്യം കുടിച്ചാൽ അവൻ പിന്നെ അത് കുടിക്കാതിരിക്കില്ല. ആ രീതികളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വാണിഭങ്ങൾ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കുട്ടികളെ ഇതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി നമ്മുടെ കുട്ടികളെ ഖുർആൻ പറഞ്ഞതുപോലെ വളർത്തുക എന്നതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളാകെ മക്കളുടെ കാര്യത്തിൽ ബോധവാന്മാരാകുന്നത് ഒരു 10-15 വയസ്സായി, SSLC ഒക്കെ കഴിഞ്ഞു. ശ്രദ്ധിക്കണം നമ്മൾ. നമ്മുടെ കുട്ടികൾ രാത്രി വീട്ടിൽ വരാതായി, വൈകി വരാൻ തുടങ്ങിയാൽ അപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കോണം ഇവൻ വീട്ടിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു കൂട്ടുകെട്ടിൽ ഇവൻ പെട്ടിട്ടുണ്ട്. ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളെ രാത്രിയായാലും വീട്ടിൽ വരാത്ത മക്കൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ അത്താഴം കടിക്കാൻ നമ്മൾ നിർബന്ധത പുലർത്തേണ്ടതുണ്ട്. അത് ഉസ്താദ് ഈ കാലഘട്ടമല്ലേ, വെക്കേഷൻ അല്ലേ, അവന് 12 മണി വരെ ഇരിക്കട്ടെ, പാടില്ല. നമ്മുടെ മക്കൾ അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അത്താഴം കടിക്കാൻ ഞാൻ വേറെ എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞെന്തിനാണ്? അത്താഴം കടിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കില്ല. നമ്മൾ പരമാവധി അഴിച്ചുവിടുകയാണ്. പെണ്ണുങ്ങൾ ബദ്ധശ്രദ്ധാലുക്കളല്ല. കഞ്ചാവ് മാഫിയ എന്നത് ഏറ്റവും വലിയൊരു വലയാണ്. അവരാരെയും മിനിങ്ങാന്ന് 4 ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിൽ, എന്റെ വീട് ഇടുക്കി ജില്ലയിലാണ്, അവിടെ 2 പെൺകുട്ടികളെ, കഞ്ചാവ് കാരിയർമാരായ 2 പെൺകുട്ടികളെ പോലീസ് പിടിച്ചു. ഒരു പെൺകുട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നാണ്, പിടിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ആ കുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോ അവള് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള ഒരു സ്ഥലത്ത് മാന്യമായി ജീവിച്ച ഒരു കുട്ടി, ഭർത്താവ് ഗൾഫിലാണ്. ആ ഭർത്താവ് ഗൾഫിലായിരുന്ന കുട്ടി വളരെ മാന്യമായ ആ പെൺകുട്ടിയെ കുറിച്ച് അയൽപക്കക്കാർക്ക് നല്ലതേ പറയാനുള്ളൂ. മിതഭാഷി, ആരോട് കൂടുതൽ സംസാരിക്കാറില്ല. ഒരിക്കൽ ആലപ്പുഴയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവളുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിച്ചതാണ്. ആ മിസ് കോള് പിന്നെ സൗഹൃദമായി, പ്രണയമായി. ഒരു കുട്ടിയെയും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന കുട്ടിയെയും വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി. ആ പെണ്ണിനെ പിന്നെ ആളുകൾ അറിയുന്നത് പിന്നെ ഒരു വിവരമില്ല. പിന്നെ അവൾ കഞ്ചാവ് കച്ചവടക്കാരന്റെ കാരിയറായി മാറി. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടക്കുള്ള ഒരു ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിൽ സ്വസ്ഥമായി തന്റെ ഭർത്താവിന്റെ കൂടെ നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും നല്ല അഭിപ്രായത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ കഞ്ചാവ് കച്ചവടവുമായി ബന്ധമുള്ള ഒരാൾ മിസ്കോളിലൂടെ പരിചയപ്പെട്ടപ്പോ എങ്ങനെയാണ് അച്ചടക്കമുള്ള ആ പെൺകുട്ടി പിന്നെ കഞ്ചാവിന്റെ കാരിയറായി മാറിയത് എന്ന് ചിന്തിക്കുമ്പോ ഞാൻ ഈ വിഷയം പറയാൻ കാരണം നമ്മുടെ സമൂഹത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലയുണ്ട്. അറിയാതെ തൊട്ടുപോയാൽ മനുഷ്യനെ മുഴുവനും ചുറ്റി വരയുന്ന ഒരു വല. ആ വലയിൽ പെട്ടവരെ പിന്നെ എഴുന്നേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നാം എല്ലാവരും നിതാന്ത ജാഗ്രത
ജാഗരൂകരാകേണ്ടത് ഭരണകൂടം. ആ ഭരണകൂടം മുഴുവനും നോക്കേണ്ടത്, ഭരണകൂടത്തിന്റെ ശ്രദ്ധ പറയേണ്ടത്, ഇനിയിപ്പോ വിളിച്ചതാരാ, അത് പെണ്ണാണോ അല്ല ചാനലുള്ളവളാണ്, അത് കഴിഞ്ഞ് പോയി, അത് കഴിഞ്ഞ് മൂന്നാം വാർത്തയും കഴിഞ്ഞ് ഇനിയിപ്പോ അത് വിട്ടിട്ട് ലഹരിയുടെ കാര്യത്തിലേക്ക് നടന്നു പോകുന്ന ഈ സമൂഹത്തിനെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണം, ഭരണകൂടം നടപടിയെടുക്കണം. മഹല്ല് കമ്മിറ്റികൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണം. ഇമിയമായങ്ങൾ അതിനുവേണ്ടി മഹല്ല് കമ്മിറ്റിയുടെ ജോലി പൈസ പിരിക്കലും ഉറൂസ് നടത്തലും മാത്രമല്ല. സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, സെക്രട്ടറി പോയാ സെക്രട്ടറി അവരൊക്കെ ഇരിക്കുമ്പോൾ വേണ്ടേ പറയണം. നമ്മളിത് മാത്രമല്ല, ഉറൂസ് നടത്തുക, പൈസ പിരിക്കുക, പള്ളിയിൽ ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല, വെക്കേഷനായി ടീനേജ് കുട്ടികളെ വിളിച്ചിരുത്തി ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് മഹല്ലുകൾ മുൻകൈ എടുക്കണം, മഹല്ലിന്റെ നേതൃത്വത്തിൽ നടക്കണം. അങ്ങനെയാണ് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് സമൂഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. മഹല്ല് കമ്മിറ്റിയും പണ്ഡിത നേതൃത്വവും ഇസ്ലാമിക സംഘടനകൾ നേതൃത്വം നൽകി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ ചെറുപ്പുനിൽപ്പുകൾ നടത്തണം. എന്നാലല്ലാതെ നമ്മുടെ മക്കളെ നാളെ നമുക്ക് പള്ളിയുടെ മുമ്പിൽ മയ്യത്ത് നിസ്കരിക്കാൻ കിട്ടില്ല എന്ന് ഉപ്പമാരെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിങ്ങളുടെ ചെറുത്തുനിൽപ്പാണ് ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ്. ലഹരിക്കെതിരെ, കഞ്ചാവിനെതിരെ, മാഫിയക്കെതിരെ, നമ്മുടെ വീടുകളിൽ അടങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങളെ പോലും വലിച്ചിറക്കി കൊണ്ടുപോകുന്ന ഈ മാഫിയകൾക്കെതിരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറഞ്ഞ പ്രതിരോധത്തിന്റെ നിര, ഒരു ജനകീയ പ്രതിരോധ നിര നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ അതിന് വശംവദരാവാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വന്ന കുട്ടി കഞ്ചാവ് വലിക്കണമെന്ന് ആരോ പറഞ്ഞു, ഉമ്മായും പാപ്പായും ഇങ്ങനെ നിലവിളിയായി നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അള്ളാഹു എന്റെ മോനെ രക്ഷിക്കണേ അള്ളാഹുവേ എന്നും പറഞ്ഞ് പള്ളിക്കലെ കാളിയാരുടെ മുമ്പിൽ 100 രൂപ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചാൽ ഈ മോൻ പെട്ടെന്ന് ഇങ്ങനെ നന്നായി വരൂല. 15 വയസ്സായപ്പോ ആരോ പറഞ്ഞു, കുട്ടി അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് വലിക്കുന്ന കണ്ടു. അപ്പൊ ഓടി വന്നിട്ട് 100 രൂപ എവിടെയും മക്കബറയിൽ കൊണ്ടുപോയി ഇട്ടു, പെട്ടിയിലിട്ടു, കാര്യമായി ദുആ ചെയ്തു. അതുകൊണ്ടൊക്കെ നടക്കാം. പക്ഷേ ആദ്യമായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാവണം. അതെപ്പോഴാ തുടങ്ങേണ്ടത്? 10ാം ക്ലാസ് മുതലല്ല, 8ാം ക്ലാസ് മുതലല്ല, പൊടിമീശ മുളക്കാൻ തുടങ്ങുമ്പോഴല്ല. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നിതാന്തമായ ജാഗ്രത വേണ്ടത് എപ്പോഴാണ്? എപ്പോ മുതലാ മക്കളെ കുറിച്ചുള്ള തർബിയത്ത് തുടങ്ങണം? എന്റെ മോൻ നന്നായിട്ട് വളരണം, എന്റെ മോൻ നല്ല മോനാവണം, എന്റെ മോൻ ഹാഫിളാവണം, എന്റെ മോൻ സാലിഹാവണം എന്ന ചിന്ത ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? എത്ര വയസ്സ് മുതലാണ്? നിങ്ങൾ എന്തായി അന്തം കിട്ടും എന്തം കുഴിയാലേ? നിങ്ങൾ എന്തായി രാജിവെച്ച മന്ത്രിമാരിയിരിക്കണം? ഒരു മന്ത്രി വരെ രാജിവെച്ച്. പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ വലിയൊരു വലിയ പടപ്പാടാണ്. പക്ഷെ ഒരു കാര്യം, മന്ത്രി രാജിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ആ ചെയ്തത് അത്ര നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. നിങ്ങൾ രഹസ്യമായി ഒരാളുടെ ദൗർബല്യങ്ങളിലേക്ക് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. വലാ തജസ്സസു വലാ തബാഗദു വലാ തദാബറു വലാ തനാഫശു. ഒരാളുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഒരുമ്പെട്ടിറങ്ങിയാൽ അതുകൊണ്ട് ഞാൻ LDF UDF എനിക്കില്ല, അമത വലാ വിമത രണ്ടും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുന്നേ വലാ തജസ്സസു, ചാരപ്പണി നടത്തരുത്, രഹസ്യപ്പണി നടത്തരുത്. ആ രീതിയിൽ ഒരാളെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റോ ശരിയോ അത് അദ്ദേഹം തമ്മിലാവട്ടെ. നമ്മളെല്ലാവരും നമ്മൾ എതിരാളി ആവട്ടെ, അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ, മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മറ്റൊരുത്തിനെ കൊടുക്കാൻ വഴി വെക്കുന്നത് അത് കാട്ടാള സ്വഭാവമാണ്. അത് പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഇസ്ലാം. എതിരാളിയോട് പോലും നിങ്ങൾ അവനെ മനഃപൂർവ്വം അകപ്പെടുത്തരുത് എന്ന് പറഞ്ഞവ ഇമ്മുതമാണ് അള്ളാഹുവിന്റെ ഇസ്ലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് അതൊന്ന് പറയാം. എപ്പോഴാ തുടങ്ങണ്ടേ? എത്രാം വയസ്സ് മുതലാ? ഞാൻ ഇങ്ങനെ ചടപെടാന്ന് പറയാ, നിങ്ങൾ കേട്ടിട്ട് പോവുക, അതുകൊണ്ടൊരു കഥയില്ല. 7ാമത്തെ വയസ്സ് മുതൽ. ഇപ്പൊ മുതല 7. കാരണം മദ്രസയെ പഠിച്ചിട്ടുണ്ട്. 7ാമത്തെ വയസ്സിൽ മക്കളോട് നിസ്കരിക്കാൻ പറയണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ മക്കളെ കുറിച്ചുള്ള ചിന്ത 7ാമത്തെ വയസ്സിലാകണമെന്ന് പറയണം. 7ാമത്തെ വയസ്സിലാണോ? ആണോ?
അങ്ങനെ അഭിപ്രായമുള്ളവരൊന്ന് കൈ പൊക്കി നോക്കട്ടെ. പടച്ചോനെ ആരും പൊക്കണില്ല. ശരിയാണ് മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് പൊക്കിയും. 7ാമത്തെ വയസ്സിലാണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. കുറച്ചു പേരേ ഉള്ളൂ. എന്നാ ഈ പൊക്കാത്തവരൊന്ന് പറയാം എത്രാമത്തെ വയസ്സിലാണ്? 5. നിങ്ങൾ പറയുന്നു, ഒരാൾ പറയുന്നു 5ാമത്തെ വയസ്സിൽ, ഒരാൾ പറയുന്നു 7ാമത്തെ വയസ്സിൽ. ഇനി ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഞാൻ ഈ പറയുന്ന വിഷയം നമ്മുടെ മക്കൾ നാളെ നല്ല തലമുറയായി മാറാൻ, അവര് നമുക്ക് നാളെ ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്ന മക്കളായി മാറാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് തോന്നേണ്ടപ്പെടാ. വല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദാ. ശ്രദ്ധിച്ചു കേൾക്കണേ ഉമ്മമാരെ, ഉപ്പമാരെ, ധാരണകളെ തെറ്റാൻ അള്ളാഹുവിന്റെ ഖുർആനിന് കൃത്യമായ നിലപാടുകളുണ്ട്. ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദാ. അല്ലാഹുവാണ് ഏത് ഒരേ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാ. എന്നിട്ട് അല്ലാഹു പറയുന്ന ആണും പെണ്ണുമായി നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം വജഅല മിൻഹാ സൗജഹാ നിങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്കൊരു ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നു. സൂറത്തുൽ അനാം. നിങ്ങളങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിനെ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതെന്തിനാ? ലിയസ്കുന ഇലൈഹാ. നിങ്ങളുടെ ജീവിതത്തിന് സമാധാനമുണ്ടാവാ, നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം നൽകാനാണ് അല്ലാഹു വിവാഹം കഴിക്കാൻ പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്ന ആയത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കട്ടെയോ? അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഫലമ്മാ തഗശാഹാ നീ അവളെ രാത്രിയിൽ പൊതിഞ്ഞു കളഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ രാത്രിയിലോ അതിനുശേഷമോ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഖുർആൻ പറയുകയാ, ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. അവളുടെ വയറിന്റെ ഉള്ളിൽ ചെറുതായി ഗർഭധാരണം തുടങ്ങി. അവളുടെ വയറിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാ. രാത്രിയിൽ അവനവളെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ ഹമലത്ത് ഹംലൻ ഖഫീഫാ. അവളുടെ വയറിന്റെ ഉള്ളിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സൂചന കിട്ടി. എത്ര വിശാലമായിട്ടാണ് ഖുർആൻ പറയുന്നത്.